Hi friends, welcome to Janz Creation. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജാൻസി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്റ്റിച്ചിങ് അല്ല കേട്ടോ. ഒരു ഇൻസ്ട്രുമെന്റ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അതെന്താണ് എന്നൊക്കെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അത് വേറെ ഒന്നുമല്ല, ഞാനിപ്പം കാണിക്കാൻ പോകുന്ന ആ ഒരു ഇൻസ്ട്രുമെന്റിന്റെ പേര് ഹോട്ട് ഫിക്സിംഗ് ആപ്ലിക്കേറ്റർ എന്നാണ്. ഹോട്ട് ഫിക്സിംഗ് ആപ്ലിക്കേറ്റർ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്ത് വലിയ സാധനമാണ്. വളരെ നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്യാനായിട്ട് സ്റ്റോൺസുകൾ ഫിക്സ് ചെയ്യുമല്ലോ. അത് നമ്മൾ സാധാരണ നമ്മൾ ചെയ്യുന്നത് ഫാബ്രിക് ഗ്ലൂ വെച്ച് ഒട്ടിച്ചൊട്ടിച്ച് പോവാണ്. ഇതിപ്പോ നമുക്ക് മാർക്കറ്റില് പശയോട് കൂടിയ സ്റ്റോൺസുകൾ കിട്ടുന്നുണ്ട്. അത് നമ്മൾ ഒട്ടിക്കുന്നത് എങ്ങനെയാണെന്ന് ആണ് ഈ ഒരു ഇൻസ്ട്രുമെന്റ് വെച്ച് ഞാൻ കാണിക്കുന്നത്. എളുപ്പമാണ്. പിന്നെ ഇത് ബൾക്കായിട്ടൊക്കെ യൂസ് ചെയ്യുന്നവർക്കാണ് ഇത്തിരി കൂടി ഉപകാരപ്പെടുക എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കാണെങ്കിൽ നമ്മൾ ഫാബ്രിക് ഗ്ലൂ വെച്ച് യൂസ് ചെയ്താൽ മതിയാവും. പക്ഷെ വലുതാവുമ്പോഴത്തേക്കും നമുക്ക് എളുപ്പം കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ, നമുക്കിപ്പോ ഒരു വെഡിങ് ലാച്ചൊക്കെ ഡിസൈൻ ചെയ്യാനൊക്കെ ഇതൊക്കെ നല്ല യൂസ്ഫുൾ ആവും. കാരണം നമ്മൾ ഒരുപാട് സ്റ്റോൺസുകൾ ഫിക്സ് ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾ വരും. അപ്പം ഈ ഒരു ഇൻസ്ട്രുമെന്റ് നല്ല യൂസ്ഫുൾ ആണ്. ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഒരു ഐറ്റം. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് മേടിച്ചത്. ആമസോണിൽ നിന്ന് ഞാൻ മേടിക്കുമ്പോഴത്തേക്ക് ഞാനിപ്പോ അത് മേടിച്ചിട്ടൊരു 6-7 മാസമായി. അപ്പോൾ ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 1750 ആ റേഞ്ചിലായിരുന്നു. ഇപ്പൊ ഒരു 2000 റേഞ്ചിലാണ്. ഡിസ്കൗണ്ട് ഒക്കെ ഉള്ള സമയത്ത് നോക്കി മേടിക്കുവാണെങ്കിൽ റേറ്റ് കുറവായി കിട്ടുമായിരിക്കും. ഞാൻ എന്തായാലും ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. ഫ്രണ്ട്സ്, അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്ന ഈ ഹോട്ട് ഫിക്സ് ആപ്ലിക്കേറ്റർ മേടിച്ചപ്പോൾ, ഞാൻ ഓൺലൈനാണ് ഇത് മേടിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് ഇങ്ങനെ ഒരു ബോക്സ്, ഒരു കവറിനകത്താണ്. ഈ ഒരു പൗച്ചിനകത്ത് ഇട്ടിട്ടാണ് സാധനം വന്നത്. ഞാനിപ്പോ ഇതിനകത്ത് എന്തൊക്കെ ഐറ്റംസ് ആണ് വന്നതെന്നുള്ളത് ഞാൻ ആദ്യം കാണിച്ചു തരാം. എന്നിട്ട് ഇതിന്റെ യൂസ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതിനകത്ത് ഇതാണ് നമ്മുടെ സ്റ്റോൺ ഫിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു ആപ്ലിക്കേറ്റർ. അതിന്റെ പ്ലഗ് ചെയ്യാനായിട്ടുള്ള വയറുണ്ട്. പിന്നെ ഉള്ള ഒരു പൗച്ച് ഇതാണ്. പിന്നെ ഒരു 10 ഷെയ്ഡ്സ് നമുക്ക് സ്റ്റോൺസുകൾ ഫിക്സ് ചെയ്യുന്ന അടിയിൽ ഗമ്മുള്ള ടൈപ്പ് സ്റ്റോൺസുകളും നമുക്ക് തന്നിരുന്നു. ഇതിനകത്ത് നമുക്ക് ഒരു വയർ ബ്രഷ് തന്നിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് സ്റ്റോൺസ് ഇതിൽ വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ അതിനകത്തുള്ള പശ എങ്ങാനും ഇവിടെ പറ്റി പിടിക്കുകയാണെങ്കിൽ നമ്മളത് വെച്ച് ജസ്റ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വയർ ബ്രഷ് നമുക്ക് തന്നിരിക്കുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സ്റ്റാൻഡാണ്. ഇത് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു പോർഷൻ നല്ല ഹോട്ടാവും. അപ്പോഴത്തേക്കും നമുക്ക് കൈകൊണ്ട് പിടിക്കാനോ എവിടെയെങ്കിലും വെക്കുമ്പോൾ നമ്മൾ അറിയാണ്ട് തൊട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ് തന്നേക്കുന്നതാണ്. അത് നമ്മളിതിങ്ങനെ വെച്ച് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് ഇനി തന്നേക്കുന്നത് ഇതാണ് അതിൻ്റെ ടിപ്സുകൾ. അതായത് ഈ ഒരു അറ്റത്ത് നമ്മൾ ഈ ടിപ്സുകളാണ് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുന്നത്. അത് ഓരോ സ്റ്റോൺസിന്റെ സൈസിനനുസരിച്ചിട്ടുള്ളതാണ് നമുക്ക് ഇപ്പൊ തന്നിരിക്കുന്നത്. വലിയ ടൈപ്പ് സ്റ്റോൺസിനാണ് ഈ വലിയ ഇത്. സ്റ്റോൺസുകൾ പല ടൈപ്പ് ഉണ്ടല്ലോ. കാരണം ചില സ്റ്റോൺസുകൾ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. അപ്പൊ പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ള ടൈപ്പ് സ്റ്റോൺസ് വെക്കാനായിട്ടാണ് നമുക്കിത്. കണ്ടോ, ഉള്ളിലേക്ക് ഇങ്ങനെ കുഴിവുണ്ട്. അപ്പൊ ആ കുഴിയിൽ നമുക്കത് വെച്ചിട്ട് ചെയ്യാനായിട്ട്. എന്നാൽ ഇത് സ്ട്രെയിറ്റ് ആണ്, പരന്നിരിക്കുന്നതാണ്. അപ്പോൾ പരന്ന ടൈപ്പ് ഉള്ള സ്റ്റോൺസിന് ഇത് യൂസ് ചെയ്യും. അങ്ങനെ അതുപോലെ തന്നെ അതിന്റെ ചെറിയ സൈസുകളാണ്. ഇത് പരന്നിരിക്കുന്ന ടൈപ്പ്. ബാക്കിയൊക്കെ പല സൈസിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള സ്റ്റോൺസുകൾക്ക് യൂസ് ചെയ്യാവുന്ന ടൈപ്പ് ടിപ്പുകളാണ് ഇത്. 6 എണ്ണം ഉണ്ട്.
ഓക്കെ. പിന്നെ ഇത് നമുക്ക് ഈ ആപ്ലിക്കേറ്റർ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് ചൂടായി തുടങ്ങും. പിന്നെ നമുക്കിവിടെ ടച്ച് ചെയ്യാനേ പറ്റില്ല. അപ്പം നമുക്ക് സ്റ്റോൺസ് എങ്ങാനും വെച്ചു കൊടുക്കാനും ഒക്കെ സ്റ്റോൺസുകൾ എടുക്കാനും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഐറ്റം തന്നിരിക്കുന്നത്. പിന്നെ 2 വൈറ്റ് പെൻസിൽസും തന്നിട്ടുണ്ട് നമുക്ക് മാർക്കിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പം ഇത്ര ഐറ്റംസ് ആണ് ഈ ഒരു കിറ്റിനകത്ത് നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഏത് സ്റ്റോണാണോ നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്നത് ആ സ്റ്റോൺസ് എടുത്ത് വയ്ക്കുക. എന്നിട്ട് നമ്മൾ ആദ്യമേ തന്നെ ആ സ്റ്റോൺസിന് കറക്റ്റ് സൈസായിട്ടുള്ള ടിപ്പ് സെലക്ട് ചെയ്യാന്നുള്ളത്. ഇതിപ്പോൾ ചെറിയത് പല സൈസ് ഉണ്ടെങ്കിലും നമുക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന സ്റ്റോൺസിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് ഏത് ടിപ്പാണെന്ന് നോക്കണം. എനിക്കിപ്പോൾ ഈ ഒരു ടിപ്പാണ് കറക്റ്റ് ആ ഒരു സ്റ്റോണിൻ്റെ അതേ സൈസിൽ വരുന്ന ടിപ്പാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ ഒരു ടിപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഉണ്ടോ? ഇത് വളരെ ചെറിയ സ്റ്റോൺസ് ആണ്. അപ്പോൾ അതിന് കണ്ടോ, അതിന് കറക്റ്റ് ചേരുന്ന ആ ഒരു കറക്റ്റ് സൈസിലുള്ള ടിപ്പ് അത് നമ്മൾ എടുത്തിട്ട് ഇതിലേക്ക് ജോയിൻ ചെയ്യുക, സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുക. ഉണ്ടോ? ഇത് നമ്മൾ ഇത് കറണ്ടിൽ കുത്തുന്നതിന് മുന്നേ ഇത് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ നമുക്കിവിടെ തൊടാൻ പറ്റില്ല, ഇവിടെ ചൂടാവും. അപ്പോൾ ഇത് ആദ്യമേ പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മളിത് പ്ലഗിൽ കുത്തുക. ഇപ്പം ഞാൻ കറണ്ടിൽ കുത്തിയിരിക്കുകയാണ്, സ്വിച്ച് ഓൺ ചെയ്ത് വെച്ചു. ഇനി ഇത് ഒരു 5 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും ചൂടായി തുടങ്ങും. അപ്പോൾ ചൂടായി കഴിഞ്ഞിട്ട് വേണം നമുക്കിത് ഇതിലേക്ക് ഫിക്സ് ചെയ്യാനായിട്ട് എടുക്കാൻ. അപ്പം അപ്പോഴേക്കും നമ്മൾ ഏത് തുണിയിലാണോ നമ്മുടെ ഇത് ഒട്ടിക്കാൻ പോകുന്നത് അത് നമ്മൾ റെഡിയാക്കി വെക്കണം. ഞാനിപ്പോൾ ഇതൊരു ഷർട്ടിലേക്കാണ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു പോക്കറ്റിൻ്റെ ഇവിടെ ഒരു ഹാർട്ട് ഷേപ്പിൽ ആണ് ഞാൻ ഫിക്സ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം ഞാൻ വരച്ചൊക്കെ വെച്ചിട്ടുണ്ട്, ജസ്റ്റ് പോയിന്റ് ഇട്ടിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇത് ചൂടായി കഴിയുമ്പോൾ നമുക്കത് ചെയ്തു തുടങ്ങാം. ഇപ്പം നമ്മുടെ ഇത് ചൂടായിട്ടുണ്ട്. ഇനി നമ്മളിത് ജസ്റ്റ് ഈ സ്റ്റോൺസ് ഒരെണ്ണം എടുക്കുക, ഇങ്ങനെ കുത്തി, കണ്ടോ, എന്നിട്ട് ജസ്റ്റ് ഇതിങ്ങനെ ഒന്ന് വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ അടിവശത്തുള്ള പശ മെൽറ്റായി വരുന്നത് കാണാൻ പറ്റും നമുക്ക്. എന്നിട്ട് നമ്മളത് എവിടെയാണോ ഫിക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ കൊണ്ടുവന്ന് വെക്കുക. കണ്ടോ? അതുപോലെ വെച്ചു കൊടുക്കുക. നമ്മളത് എടുത്തു കഴിഞ്ഞ് 1 സെക്കൻഡ് നമ്മളതൊന്ന് വെക്കുക. അപ്പോഴേക്കും ആ ഗമ്മ് മെൽറ്റായി തുടങ്ങും. ജസ്റ്റ് എളുപ്പമാണ്, വളരെ പെട്ടെന്ന് നമുക്ക് ഒട്ടിച്ചൊട്ടിച്ച് പോകാവുന്നതാണ്. സാധാരണ നമ്മൾ ഇത് ഒട്ടിക്കാനായിട്ട് ഫാബ്രിക് ഗമ്മാണ് യൂസ് ചെയ്യുക. അതപ്പോൾ നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ പല സ്ഥലങ്ങളിലായിട്ട് പോകും, അവിടെയൊക്കെ വീഴും, പാടാകും. ഇതൊക്കെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, വളരെ എളുപ്പത്തിൽ നമുക്ക് ഒട്ടിച്ചൊട്ടിച്ച് പോവാം. കണ്ടോ കണ്ടോ നമ്മളിപ്പോൾ ഒട്ടിച്ചത് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഒട്ടി വരും, പൊളിഞ്ഞൊന്നും പോരില്ല. നമ്മൾ സാധാരണ ഈ ടൈപ്പ് സ്റ്റോൺ മേടിക്കുന്ന കടകളിൽ അവർ പറയും ജസ്റ്റ് നമ്മൾ വെച്ച് കൊടുത്തിട്ട് അയൺ ചെയ്താൽ മതി എന്ന്. പക്ഷെ അയൺ ചെയ്താലൊന്നും ഇതുപോലെ ഒരു പെർഫെക്ഷൻ നമുക്ക് കിട്ടുകയില്ല, ഒട്ടുമില്ല, ഒട്ടിപ്പിടിക്കില്ല ഇത്. ഞാനിതിന് മുന്നേ ഇത് മേടിക്കുന്നതിന് മുന്നേ കുറേ പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയതാണ്.
അപ്പോൾ ഈ ഒരു എഫക്റ്റ് നമുക്ക് അയൺ ബോക്സ് വെച്ച് വെച്ചാലൊന്നും കിട്ടില്ല, അത് പെട്ടെന്ന് പൊളിഞ്ഞു പോരും. ഞാൻ ചെയ്തിട്ട് കാണിക്കാം. നമ്മളിപ്പോൾ ഇതെല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്, നല്ല സ്ട്രോങ് ആയിട്ട് ഇരിപ്പുണ്ട്, ഇളകിയൊന്നും പോകുന്നുമില്ല. നമ്മുടെ കൈയൊക്കെ നല്ല പശയൊന്നും ഇല്ലാണ്ട് നല്ല നീറ്റായിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ സാധാരണയാണെങ്കിൽ സ്റ്റോൺ ഫിക്സ് ചെയ്യാനായിട്ട് ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്യും. അപ്പോൾ എന്താ പല സ്ഥലങ്ങളിൽ വീഴും, കയ്യേലാകും, അങ്ങനത്തെ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ചിലപ്പോൾ നമുക്ക് ഒട്ടിക്കാൻ പറ്റാണ്ട് വരും. അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണിത്. നിങ്ങൾക്ക് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഞാനിത് പർച്ചേസ് ചെയ്ത ആമസോണിൽ നിന്നാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഓക്കെ, അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻസ് ഇടാനും മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ താങ്ക് യു.